ഹായ് ഫ്രണ്ട്സ്, ഈ ആഴ്ച സ്വർണ്ണവില അനലൈസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ചാനലിൽ ഡെയിലി സ്വർണ്ണവിലകൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വർണ്ണവില ട്രാക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള നമ്മൾ കൂടുതൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. ഇനി കഴിഞ്ഞ ആഴ്ച 12-ാം തീയതി സ്വർണ്ണവില സ്റ്റാർട്ട് ചെയ്തത് 70,000 രൂപയിലായിരുന്നു. പിന്നീട് 13-ാം തീയതി രാവിലെ 70,120 ടച്ച് ചെയ്തിരുന്നു. വൈകുന്നേരം ആയപ്പോൾ അത് 70,840 ആയിരുന്നു. മെയ് 14-ാം തീയതി 70,440 അല്പം കുറവുണ്ടായി. പിന്നീട് 15-ാം തീയതി 68,880 സ്വർണ്ണവില കൂപ്പുകുത്തിയിരുന്നു. വളരെ വലിയൊരു ഇടിവാണ് ആ ഒരു ദിവസം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇന്നലെ 16-ാം തീയതി ചെറിയ രീതിയിൽ സ്വർണ്ണവില വർദ്ധിച്ച് 69,760 ക്ലോസ് ചെയ്തത്. ഇന്നും സെയിം പ്രൈസാണുള്ളത്, 69,760, മാറ്റമൊന്നുമില്ല ഇന്നും. ഇനി ഈ ആഴ്ചത്തെ വിലയുടെ മൂവ്മെൻറ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 12-ാം തീയതി 70,000 സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ 13-ാം തീയതി വൈകുന്നേരം ആകുമ്പോൾ 70,840 ടച്ച് ചെയ്തിരുന്നു. 840 രൂപയുടെ വർധനവാണ് ഒരു ഫുൾ ഡേ കൊണ്ടുണ്ടായത്. പിന്നീട് സ്വർണ്ണവില വളരെയധികം താഴോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. 15-ാം തീയതി ആയതോടെ 68,880 ടച്ച് ചെയ്തിരുന്നു. ആ ഒരു 2 ദിവസം കൊണ്ടുണ്ടായത് 1,960 രൂപയുടെ കുറവാണ് സ്വർണ്ണവിലയിൽ. ഇനി ഈ ആഴ്ചത്തെ നെറ്റ് 12-ാം തീയതി മുതൽ ഇന്ന് വരെയുള്ള മൂവ്മെൻറ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരാഴ്ചക്കിടയിൽ സ്വർണ്ണവിലയിൽ ഒരു പവന് 240 രൂപയുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോകൾ പറഞ്ഞതാണ് സ്വർണ്ണവില താഴോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഓരോന്നായി സോൾവായി വരികയാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ വീഡിയോയിൽ പറഞ്ഞതാണ് UK-യും US തമ്മിലുള്ള ട്രേഡ് ഡീലിൻ്റെ കാര്യം. അതുകൂടാതെ ചൈനയും US തമ്മിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് വരികയാണ്. അവർ തമ്മിലും ഒരു ട്രേഡ് ഡീൽ അടുത്ത് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ഡീലിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ആയിക്കൊണ്ട് വരികയാണ്. കൂടാതെ റഷ്യ-യുക്രൈൻ വാറുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ചർച്ചകളും അവിടെ നടക്കുകയാണ്. അതിലും ഒരു പോസിറ്റീവ് ഔട്ട്കം വരുന്നുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വർണ്ണത്തിൻ്റെ വില കുറയുകയാണ് ഉണ്ടാവാറുള്ളത്. നമ്മൾ മുമ്പ് പല വീഡിയോകളും പറഞ്ഞ പോലെ ലോകത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാർ കൂടുതൽ സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും. ആൾക്കാർ കൂടുതൽ അവരുടെ നിക്ഷേപങ്ങൾ മറ്റു നിക്ഷേപങ്ങളിൽ നിന്ന് പിൻവലിച്ച് സ്വർണ്ണത്തിലേക്ക് മാറ്റും. അങ്ങനെ സ്വാഭാവികമായിട്ട് സ്വർണ്ണത്തിൻ്റെ വില കൂടും. ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ വില കൂടുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ലോകത്തിലുള്ള പ്രശ്നങ്ങൾ ഓൾമോസ്റ്റ് സോൾവ് ആയിട്ട് വരുമ്പോൾ ആ ഒരു ഡിമാൻഡും കുറയും. അതിനനുസരിച്ച് സ്വർണ്ണവിലയിൽ കുറവുണ്ടാവും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനമായിട്ടും ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വളരെ വലിയൊരു മൂവ്മെൻറ്റാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ടോപ്പിലെത്തിയപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും നടക്കുന്നുണ്ട് അതിൻ്റെ. അതൊക്കെ ഈ സ്വർണ്ണവിലയുടെ ഇടിവിന് കാരണമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.